ഒരാൾക്ക് പോലും ഇതുവരെ കോവിഡ് വന്നിട്ടില്ല എന്നുള്ള അഭിമാനകരമായിട്ട് പറയാൻ പറ്റും. ഡോക്ടർക്ക് എന്താണ് വീണ്ടും മലയാളികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? എന്ത് തരം നാച്ചുറൽ ഫുഡ് സപ്ലിമെന്റ് ആണ് നമുക്കിപ്പോ വേണ്ടത്? താങ്ക് യു. ഞാൻ അത് പറഞ്ഞു തരാം. ഓക്കെ, മിസ്റ്റർ നിസാർ, നിങ്ങൾ WHO ഇത് റെക്കോർഡ്സ് നോക്കിയാൽ ഒരു 3 ദിവസം മുമ്പ് വരെ 8 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ദ ഹോൾ കൺട്രി ഓഫ് നൈജീരിയയിൽ ഒരു മരണം പോലും ഉണ്ടായിരുന്നില്ല കോവിഡിന്. ഓക്കെ, 3 ദിവസം മുമ്പ് 3 മരണം ഉണ്ടായി. ഇവിടെ ഒരു ഹോൾ കൺട്രി ഒരു ആൽക്കലൈൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുകയാണ്. അത് നാഷണൽ പ്രോട്ടോകോൾ അവർ അംഗീകരിച്ചു. കാരണം അവർക്ക് വിനയം ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാനായിട്ട്. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവരിത് മനസ്സിലാക്കി ഹോൾ കൺട്രി. അത് ആരാ പറഞ്ഞതെന്നൊന്നും ആർക്കും അറിയാൻ വയ്യ. എല്ലാവർക്കും അത് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാണ്. ഐ എം റിയലി സെയിങ്. അല്ലാതെ ചുമ്മാ അല്ല സീറോ ഡെത്ത്സ്. ഈ കൺട്രിക്ക് ഡെത്ത്സ് അങ്കമാലിയിൽ നിന്ന് വന്ന മോഡേൺ മെഡിസിൻ അപ്പുറം എന്ന പുസ്തകം എഴുതിയ ഒരു സാക്ഷാൽ നാടൻ മലയാളിയാണ് ഈ സിദ്ധാന്തം കൊണ്ടുവന്ന് അവിടെ ആദ്യം 1-2 പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പരീക്ഷിച്ചതെന്നും അത് വിജയിച്ചതെന്നും അവക്കാഡോയും ഇഞ്ചിയും ഒക്കെ കഴിച്ചാൽ ഇതൊക്കെ മാറിക്കിട്ടുമെന്നും അല്ലെങ്കിൽ വരാതിരിക്കുമെന്നും അത് വലിയ അംഗീകാരമായി മാറിയിട്ടുണ്ട് മലയാളികൾക്കെല്ലാം. കൺഗ്രാജുലേഷൻസ്. മുന്നോട്ട് പോകണം സാർ. ഞാൻ നമ്മുടെ എസ്പെഷ്യലി എൽഡർലി പോപ്പുലേഷൻ ഇൻ കേരളയോട് ഞാൻ ഈ ആൽക്കലൈൻ ഡയറ്റ് ഒന്നും കൂടെ പറയാം. എല്ലാവരും ഫോളോ ചെയ്യണം. ഇറ്റ് ഈസ് ദി ആൻസർ, ദർ ഇസ് നോ ഡൗട്ട്. അത് പ്രിവെൻഷൻ മാത്രമല്ല, ക്യൂറേറ്റീവുമാണ്. അത് എവറി ഡേ ഇവിടെ ഐ എം ഷോയിങ് ഇറ്റ് ഞങ്ങളുടെ കോവിഡ് സെന്ററിലും എല്ലാം. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഇത്ര സിമ്പിൾ തിങ്സിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. എനിവേ, ഞാൻ പറയാം. വിനയം എന്ന് പറഞ്ഞില്ല ഞാൻ. വിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ റിതമും ഫോളോ ചെയ്യണം. അതായത് നേരത്തെ ഉറങ്ങണം, സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റിരിക്കണം. അതും വിനയത്തിന്റെ പാട്ടാണ്. അപ്പൊ നമ്മൾ ഭൂമിയുടെ കൂടെ ജീവിക്കുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് മുതൽ കേരളീയരോട് ഞാൻ പറയുന്നത്, ഒരു സൂര്യോദയം പോലും മിസ് ചെയ്യരുത്. അതിനു മുമ്പ് എഴുന്നേറ്റ് നമ്മൾ ബാത്റൂമിൽ പോയി എല്ലാം റെഡിയാക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് നമ്മൾ ചൂടുവെള്ളം കുറച്ച് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു സൂപ്പർ ആൽക്കലൈൻ ഫുഡ് ഇഞ്ചി, റോ ഇഞ്ചി തൊലിയോടുകൂടി ഒന്ന് കഴുകിയിട്ട് റോ ആയിട്ട് പച്ചയായിട്ട് ചവയ്ക്കുക. ഇതിപ്പോ മില്യൻസ് ആൻഡ് മില്യൻസ് ആർ ഡൂയിങ് ഇറ്റ്. ഇവിടെ നൈജീരിയ മാത്രമല്ല, ഓൾ ഓഫ് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ടർക്കി, അവിടുന്നൊക്കെ ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. വെളുത്തുള്ളി തൊലി കളഞ്ഞത്, റോ പച്ച. ഓക്കെ, ചെറുനാരങ്ങ തൊലിയോട് കൂടി. തൊലിയിലാണ് അതിന്റെ ആന്റി ഓക്സിഡൻസ് മാക്സിമം ഇരിക്കുന്നത്. തൊലിയിലാണ് മിക്കവാറും എല്ലാ വെജിറ്റബിൾസിന്റെയും തൊലിയിലാണ് അതിന്റെ സത്ത്. മാങ്ങയാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും മത്തങ്ങയാണെങ്കിലും എല്ലാം, കുക്കുംബർ ആണെങ്കിലും തൊലിയോട് കൂടി. ഓക്കെ, ഇത് ചവച്ച് മിഴുങ്ങണം. ഓക്കെ, ഇത് സമയമെടുക്കും. അതുകൊണ്ട് ഞാനിപ്പോ സൈഡിൽ വെക്കുവാണ്. എന്നിട്ട് കാരണം ഇതുപോലെ വിറ്റമിൻ സി പ്യൂറായിട്ട് തരുന്ന ഒരു നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കെമിക്കൽ വൈസ് നമുക്ക് മാൻകൈൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ചെറുനാരങ്ങ ഈസ് ഫുൾ ഓഫ് ആന്റി ഓക്സിഡൻസ്. ഇത് മൂന്നും കഴിച്ച് മിഴുങ്ങി കഴിഞ്ഞിട്ട് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, ചൂടുവെള്ളം പെതുക്കെ ഇരുന്ന് കുടിക്കുക. ഈ മഞ്ഞപ്പൊടി എത്ര വേണമെങ്കിലും കുടിക്കുക ഒരു ദിവസം. ഓക്കെ, ഇത് 10 മിനിറ്റ് എടുത്ത് സാവധാനം കുടിച്ചു കഴിയുമ്പം തല മുതൽ താഴെ ഫുട്ട് വരെ നമുക്കൊരു ആൽക്കലൈൻ ഫീലിംഗ് വരും. പക്ഷെ അതിന് ശാന്തമായിട്ട് ഇരുന്ന് അത് ഫീൽ ചെയ്താൽ മതി. ആ ഹോൾ ഡേ നമ്മുടെ ഇമ്മ്യൂണിറ്റി ടോപ്പ് ആയിരിക്കും. രാത്രി ഉറങ്ങുക, വെളുപ്പിനെ എഴുന്നേക്കുക, ഇത് കഴിക്കുക. നമ്മൾ വിൽ ബി ഇമ്മ്യൂൺ കംപ്ലീറ്റ് ടോപ്പ് ഗ്രേഡിലായിരിക്കും ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ മിസ്റ്റർ നിസാർ, ഞാൻ നിങ്ങൾ വഴി ഒരു പ്രാവശ്യം കൂടി ഇത് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഒരു കാര്യം കൂടി. ഇപ്പൊ വാക്സിൻ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. ലോകം മുഴുവൻ ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വാക്സിൻ. നമ്മൾ മുമ്പ് പ്രതീക്ഷിച്ച വാക്സിൻ എവിടെ പോയി സാർ? ഇമ്മ്യൂണോളജിയില് ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ? നമ്മൾ മുമ്പ് പ്രതീക്ഷിച്ച HIV, എബോള, ഇതിന്റെയൊക്കെ വാക്സിൻ എന്ത് സംഭവിച്ചു? മിസ്റ്റർ നിസാർ, ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റയും എന്റെ വ്യൂ പോയിന്റും പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ HIV നമ്മൾ കഴിഞ്ഞ 2 ടോക്കിന് മുമ്പ് പറഞ്ഞല്ലോ, 35-40 വർഷമായി ഒരു വാക്സിൻ ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, എബോള വൈറസ് എന്ന് പറഞ്ഞാൽ അത് കിട്ടിയാൽ 100% ഡെത്ത് ആണ്, 100% മരണമാണ്. അതിനൊരു വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് രണ്ടും പോലെ തന്നെ ഒരു RNA വൈറസ് ആണ് ഇപ്പോൾ.
ഇതിന് പല വേരിയൻസും ഉണ്ട്. ഓക്കെ, ഇതിനിപ്പം പെട്ടെന്നാൽ അത് എന്തുമാത്രം അതിനോട് നമുക്ക് പോകാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞില്ലേ അന്ന് എക്സാമ്പിള്. ഓക്കെ, നമുക്ക് പലതും പറയാം, പക്ഷെ അത് നടക്കുന്ന കാര്യങ്ങൾ ആണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ തന്നെ ഒന്ന് ലോജിക്കോടെ ഒന്ന് ചിന്തിക്കണം. ഓക്കെ, ഒന്നത്. രണ്ട്, വാക്സിൻ എന്ന് പറയുന്നത് അതിന് ഷോർട്ട് ടേം എഫക്ട്സ് ഉണ്ട്, ലോങ് ടേം എഫക്ട്സ് ഉണ്ട്. ലോങ് ടേം എഫക്ട്സ് ഒക്കെ 5-10 വർഷം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഇൻഫാക്ട് ഇപ്പോൾ നമ്മുടെ മോഡേൺ സയൻസ് പല ഡിസീസസും വാക്സിൻസുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അത് സമ്മതിക്കുന്നില്ല നമ്മളെ. ഓക്കെ, എത്രയോ ആൾക്കാരുണ്ട് 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിൽ സോറിയാസിസ് വരുന്നു, ഇനി ഓട്ടോമ്യൂൺ പ്രോബ്ലംസ് വരുന്നു. അത് എന്തുകൊണ്ട് വന്നു അതാരും ആലോചിക്കുന്നില്ല, അതിന്റെ പുറകെ അങ്ങ് പോകുകയാണ്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് പല ഫാമിലീസിലും ഇപ്പൊ കാണുന്നു, യങ്സ്റ്റേഴ്സിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അതെല്ലാം ഒരു ഇമ്മ്യൂണോളജിക്കൽ അബറേഷൻ ആണ്. എന്തുകൊണ്ട് വരുന്നു? പിള്ളേരിൽ ഓട്ടിസം, അല്ലെങ്കിൽ മാത്സ് പഠിക്കാനായിട്ട് വരുന്നില്ല, മാത്സ് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഫാദറും മദറും നല്ല അത്ലീറ്റ്സ്, പക്ഷെ